ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ പോലെ തന്നെ നമുക്ക് ഇന്നും കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കുറേ കാര്യങ്ങൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു വെക്കാനും മടക്കി വെക്കാനും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഗൾഫിൽ പോയപ്പോൾ പർച്ചേസ് ചെയ്ത ഡ്രസ്സ് കാണിക്കണേന്ന്. അപ്പോൾ ഞാൻ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ അതൊന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. വെറുതെ ഇങ്ങനെ നമ്മൾ വെറുതെ മടക്കി വെക്കൂലേ, അങ്ങനെയും മടക്കി വെച്ചിട്ടില്ലേ ഉള്ളൂ. ഒന്ന് ഹാങ്കറിൽ ഇടുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ആയിട്ടൊരു എന്തായാലും അലമാര ഒന്ന് ഓർഡർ ചെയ്യാനും എല്ലാം ഒന്ന് വലിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഓർഡർ ചെയ്യാനുണ്ടാവില്ലേ, ഒന്നും ഇപ്പോൾ തിരഞ്ഞിട്ട് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു 2-3 കല്യാണങ്ങളും പരിപാടികളും ഹൗസ് വാമിങ്ങും അങ്ങനത്തെ പിന്നെ യാത്രകളും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ യാത്ര പോയാലും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട കല്യാണങ്ങൾ ആണെങ്കിൽ തന്നെ എൻ്റെ അലമാര ഫുള്ള് മോശമാവും കേട്ടോ. കാരണം എടുത്ത് നോക്കി ഇതാണോ അതാണോ നോക്കി വേറെ ഇതിൻ്റെ എടുത്ത് മറ്റേതിൻ്റെ എടുത്ത് അങ്ങനെ ആകുമ്പോൾ ഫുള്ള് അലങ്കോലമാവും, അല്ലെങ്കിൽ നല്ല ഓർഡറിൽ തന്നെ പോകും. അപ്പോൾ ഇപ്പോൾ കുറച്ച് അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുവന്നതും എല്ലാം കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യണം. ഒരു ഫങ്ഷൻ ഉണ്ട് കേട്ടോ, നമുക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അവിടുന്ന് അതായത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സ് വേണം. പോകുമ്പോഴല്ല, നമ്മൾ ഫംഗ്ഷൻ ഇടാനൊരു ഡ്രസ്സ് വേണം, അതുപോലെ തന്നെ പോകുമ്പോൾ ഇടാനും ഉള്ളൊരു ഡ്രസ്സ് വേണം. അപ്പോൾ ഇതാ ഞാൻ 2 ബ്ലാക്ക് ഡ്രസ്സ് അലമാരയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ ആട്ടെ, ഇതിടണോ ഇപ്പോൾ 2 എടുത്തിട്ടുണ്ടല്ലോ അതിലൊന്നിടണോ എന്നിങ്ങനെ നോക്കുകയാണ്. ഇതാണ് കേട്ടോ, ഫുൾ ഗൗണായിട്ടുള്ള ഡ്രസ്സില്ലേ ബ്ലാക്ക്. ഇത് ഞാൻ മുന്നേ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും അതൊന്ന് വീഡിയോയിൽ കാണിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ അതാട്ടെ ഞാൻ നേരത്തെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇത് ഞാൻ നമ്മുടെ ഇവിടെ വയനാട്ടിൽ നിന്ന് സിന്ദൂറിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഒരു പാർട്ടി വെയറാണ്, എന്നാൽ എനിക്കൊരു ഇടാൻ സുഖമുള്ള പാർട്ടി വെയറാണിട്ടത്. ഒരു വലിയൊരു നമുക്കൊരു എന്തോ ഇട്ട പോലെ ഇട്ട് നിൽക്കുന്ന ഒരു ഫീലില്ല. ഇങ്ങനെ അധികം ഓവർ വർക്കൊന്നുമില്ല. ആ ഒരു ബ്ലാക്ക് ഷിഫോൺ ക്ലോത്തിൽ ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത്. അത് ഒരു എന്താ പറയുക ഫ്ലോർ ലെങ്ത്ത് വരുന്ന ഗൗണിന് അതിൻ്റെ മുകളിലൊരു ഓവർ കോട്ട് വരുന്നത്. ആ ഓവർ കോട്ടുമ്പോഴും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. പിന്നെ സിമ്പിളായിട്ടുള്ള ഇങ്ങനൊരു ഷോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതെനിക്ക് എപ്പോൾ എവിടെ ഫംഗ്ഷന് പോകാനാണെങ്കിലും അല്ലെങ്കിൽ വെറുതെ ഇട്ടിട്ട് പോകാനാണെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഹൗസ് വാമിങ് അത് നല്ല ഫംഗ്ഷന് കല്യാണം അങ്ങനത്തേക്കല്ല ഇങ്ങനത്തെ പാർട്ടി വെയറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുള്ളൂ. സാധാ ഡ്രസ്സ് നമ്മളെപ്പോഴും യൂസ് ചെയ്ത് മുതലാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാക്സിമം ഞാൻ ഇങ്ങനത്തെ ഇടാത്ത ഡ്രസ്സുകൾ ഇടാൻ വേണ്ടി ശ്രമിക്കലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ റഫീഖ പറയും എന്തിനാ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് വെറുതെ ഇടൂല്ലല്ലോ അങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് അത് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും കൂടിയിട്ട് ഇങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് ഇടും. അല്ലെങ്കിൽ ഇങ്ങനത്തെ പാർട്ടി വെയർ എടുക്കുന്ന സമയത്ത് ചോദിക്കും കേട്ടോ, ഇതൊക്കെ എടുത്തിട്ട് വെറുതെ കൊണ്ടുപോയി വെക്കാനല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഞാൻ എൻ്റെ അമ്മോൻ്റെ മോളെ കല്യാണത്തിന് എടുത്തിട്ടുള്ള ഈ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് ബ്ലാക്കിൽ ഒരു സിൽവർ വർക്ക് വരുന്നത്. ഇതും നമുക്ക് ഇടാൻ സുഖമാണ് കേട്ടോ. പാർട്ടി വെയറാന്ന് വിചാരിച്ചൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഇടാൻ. കുറച്ച് ഷോർട്ടാണ്, പിന്നെ അങ്ങനെ ഒരു ഫ്ലെയർ ആയിട്ടുള്ള പാൻറ്റ് വരുന്നത്. ഇതുപോലെ ഷോള് കുറച്ച് ഹെവി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കൺഫ്യൂഷനായിട്ട് ഇതിൽ ഏതിടണം. 2 ബ്ലാക്കാണ്, 2 ഇടാൻ നല്ല സുഖമുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതാന്ന് വിചാരിച്ചിട്ടൊരു ഇത് കിട്ടുന്നില്ല, നോക്കട്ടെ എന്തായാലും. ഇനി ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ, റഫീഖാനോടും കൂടെ ചോദിച്ചിട്ട് ആ കൺഫ്യൂഷൻ മാറ്റിയിട്ട് ഇന്ന് ഏതെങ്കിലും ഒന്ന് എന്തായാലും സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഗൾഫിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഡ്രസ്സ് കളക്ഷൻസ് കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സുകളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറേയൊന്നുമില്ല. അപ്പോൾ അത് കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഒരെണ്ണം. ഇങ്ങനെ ഒരു ഗൗൺ ടൈപ്പ് വൈറ്റ്, പ്യൂർ വൈറ്റാണ് കേട്ടോ. നല്ല ക്ലോത്താട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അവിടുത്തെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല എന്താ പറയുക, നമുക്കിങ്ങനെ ഒഴുകി നിൽക്കും, എന്നാൽ ഇങ്ങനെ മേലിങ്ങനെ ഒട്ടി നിൽക്കാത്ത ആ ഒരു ടൈപ്പാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം, എല്ലാത്തിനും സ്ലീവും ഉണ്ടാവും, ഫുൾ സ്ലീവ് ഉണ്ടാവും. അത് വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് കൈ നോക്കിയിട്ടും കാല് നോക്കിയിട്ടും പോകേണ്ട കാര്യമില്ലല്ലോ.
അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഫുൾ സ്ലീവൊക്കെ ആയിട്ടുള്ള ഒരു ഫുൾ ഗൗൺ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കട്ടിയുള്ള വേറൊരു എന്തെങ്കിലും ഇടേണ്ടി വരും, എന്നിട്ട് ആണ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ ഈ ഒരു ഷോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ അടുത്തത് ഈ ഒരു അതുപോലെ തന്നെ കേട്ടോ, ഒരു ഗൗൺ ടൈപ്പ്. നമുക്കൊരു പർദ്ദ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ചുരിദാർ എന്ന രീതിയിലോ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഫുൾ ലെങ്ത് ആയിട്ടുള്ളതും ഉണ്ട്, കുറച്ചൊന്ന് കയറിയിരുന്നു. അപ്പോൾ ഞാനെല്ലാം ഫുൾ ലെങ്ത് ആയിട്ടുള്ളത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പാൻറ്റ് കുറച്ച് കാണുന്ന രീതിയിലാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. ഇതാ ഫുൾ സ്ലീവാണ് കേട്ടോ. ഫുൾ സ്ലീവ് ഇതിങ്ങനെ വൈഡായിട്ടുള്ള സ്ലീവാണ് വരുന്നത്. അതിൽ ഇങ്ങനെ ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മളെ കൈ ഇങ്ങനെ ഊരിപ്പോവുക ആ പേടിയൊന്നുമില്ല, അങ്ങനെ ബട്ടൺ വരുന്നുണ്ട്. നല്ല ക്ലോത്തായിട്ട് ഇത് നേരത്തെ കാണിച്ച ആ ഒരു മെറ്റീരിയൽ അല്ലാതെ നല്ലൊരു മെറ്റീരിയലിന് അതിൽ ഈ ഒരു ത്രെഡ് വർക്കാണ് കേട്ടോ വരുന്നത്. സീക്വൻസ് കാര്യങ്ങളൊന്നുമില്ല, ത്രെഡ് വർക്ക് ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് വരുന്നുണ്ട്. ഇതൊരു ഗ്രീനാണ് കേട്ടോ, നല്ലൊരു ഗ്രീൻ. നമ്മൾ ഈ ഒരു ലീഫിൻ്റെ ഒക്കെ ഗ്രീൻ ഉണ്ടാവില്ലേ, മാവിൻ്റെ ഇലേൻ്റെ ഒക്കെ ഗ്രീൻ, ആ ഒരു ഗ്രീനില്ലേ, ഒരു ഡാർക്ക് ഗ്രീന്. നിങ്ങൾക്കിതിൽ ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു ഗ്രീനാട്ടോ അത് വരുന്നത്. നല്ല ക്ലോത്ത്, അടിപൊളി ക്ലോത്താട്ടോ. നമ്മൾ ഇതിനെ ഒഴിവാക്കേണ്ടി വരും, അല്ലാണ്ട് അത് ഡ്രസ്സിനൊന്നും സംഭവിക്കില്ല, അങ്ങനത്തെ മെറ്റീരിയലാണ്. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇട്ട ഡ്രസ്സായിരുന്നു ഇത്. ഒരു ലൈറ്റ് ബ്ലൂ എന്നല്ല പറയാം, ഒരു ലൈറ്റ് കളറ്. ഇതിലും ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. നല്ല കട്ടിയുള്ളൊരു ക്ലോത്താട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ ഇതൊരു ഓവർ കോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സംഭവം വരുന്നുണ്ട്, ഒരു വൈറ്റ് സംഭവം വരുന്നത്, ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഒന്നുമില്ല, ഈ ഒരു ത്രെഡ് വർക്കും പിന്നെ ഈ ഒരു ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് ഇതാ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സ്ലീവിൻ്റെ അവിടെയും അതുപോലെ തന്നെ ആ ഒരു ഓവർ കോട്ടിൻ്റെ ഒരു ലെങ്ത്ത് താഴെ വരെ അങ്ങനെ നെക്കിലൂടെ ഇങ്ങനെ താഴോട്ടേക്കും വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, എന്നാൽ കുറച്ച് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ എനിക്ക് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ, അതാണ് കാര്യം. എക്സലാണ് ഇതെല്ലാം വന്നിട്ടുള്ളത്. പിന്നെ അവിടുത്തെ ഡ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം XL, L, XL, XXL, XXL അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏതായാലും. അപ്പോൾ എൻ്റെ സൈസ് XL ആണ്. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് എടുത്താൽ കറക്റ്റായിരിക്കും കേട്ടോ. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഇന്നർ ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു വൈറ്റ് ഗൗണില്ല, അതിൻ്റെ സെയിം മെറ്റീരിയലാണ്. നല്ല ക്ലോത്താട്ടോ. അതിൻ്റെ ആ ഒരു നെക്കിൻ്റെ അവിടെയും ഈ ഒരു ഗോൾഡൻ ആ ഒരു സംഭവം വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, എന്നാൽ ഒരു പാർട്ടി വെയർ സംഭവം തന്നെയാണ് കേട്ടോ അത്. ഇതിനെല്ലാം റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ടൈപ്പിനൊക്കെ കുറച്ച് റേറ്റ് നമ്മളിവിടുത്തെ 2 സംതിങ് 2ൻ്റെ മുകളിലേക്കൊക്കെയാണ് അതിനൊക്കെ റേറ്റ് വരുന്നത്. ഡ്രസ്സിന് അവിടെ റേറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം, അതിലേക്ക് ഞാൻ വരാം. പിന്നെ ഈ ഒരു വൈറ്റ് ഡ്രസ്സ് ഇതെനിക്ക് ഏട്ടത്തി ഓള് അഭയെന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഓള് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഉമ്രക്ക് വന്ന സമയത്ത്, നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓള് കുറച്ച് ഡ്രസ്സും പർദ്ദ നൈറ്റീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെട്ട ഒന്നാണ് ഇത്. ഞാൻ അവിടെ ഉമ്ര ചെയ്യാൻ പോയപ്പോൾ 2-3 പ്രാവശ്യം വിട്ടിട്ടുണ്ടായിരുന്നു. വൈറ്റ് നമുക്ക് സുന്നത്തല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ഇട്ടതാണ് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കൈ ഇത് 3/4 വരുന്നത്. അത് ഞാനൊരു വൈറ്റ് ഇന്നർ അടിച്ചിട്ട് ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല സുഖമാട്ടോ, നല്ലൊരു കോട്ടൺ അല്ല, മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഓവർ വർക്കും കാര്യങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ളൊരു സംഭവം. എന്നാൽ ഇട്ടാൽ നല്ല ലുക്കാണ് കേട്ടോ. അങ്ങനെ ഫ്ലോർ ലെങ്ത്ത് വരുന്നതാണ്, ഗൗൺ ടൈപ്പ് അങ്ങനെ വേണം പറയാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഷോള് നല്ല രസമാണ് കേട്ടോ ഷോള് കാണാൻ. ഇതിങ്ങനെ സാധാ ഷോൾ പോലെ ആയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ സ്റ്റിച്ചായിട്ട് അതിൽ കൂടെ തന്നെ ആയിട്ട് വരുന്നുണ്ട് ഒരു മഫ്ത, പക്ക ഒരു മഫ്ത. എന്നിട്ട് അതിട്ടിട്ട് നമ്മൾ ഈ ഷോള് അതിനോട് സ്റ്റൈൽ ചെയ്യുക കേട്ടോ. മഫ്ത കുത്തുന്ന പോലെ ആക്കി വെക്കുക, ഷോള് ടൈപ്പ് ആക്കിയിട്ടിടാം, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും അത് ഇടാം. അപ്പോൾ എനിക്കത് നല്ല കറക്റ്റായിട്ടുണ്ടായിരുന്നു. അത് ഇട്ട സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ തവണ അവിടെ നിന്ന് ഇട്ടു, അവിടെ പുറത്തൊക്കെ പോയ സമയത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഒരു പർദ്ദ. ഇത് ഏട്ടത്തി കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ് കേട്ടോ. അത് കണ്ടോ, ഇങ്ങനെ സാധാ പർദ്ദയല്ല, ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്ന ബോക്സ് ടൈപ്പ് പർദ്ദയല്ലേ, അതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ വെച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഇത് ഇട്ടാലേ ശരിക്ക് അതിൻ്റെ ഭംഗി അറിയുള്ളൂ കേട്ടോ. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ തടിയുള്ളവരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ
എന്താ പറയുക, ഷേപ്പ് അറിയാതെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുകയും ചെയ്യും. ആ ഒരു ബോഡി ഷേപ്പും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെയാണിത് വരുന്നത്. ഓവർ വർക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിങ്ങനെ ഒരു സെൽഫായിട്ടുള്ള ഈ ഒരു ലൈന്, കൈയിൻ്റെ അവിടെയും ഈ ഒരു ലൈന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കിലും ആ ഒരു ലൈന് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇട്ടിട്ട് പിന്നീട് ഇടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് പൊതുവേ ഈ ഒരു സാധാ പർദ്ദേൻ്റെ കട്ടിങ് ഇഷ്ടമല്ല കേട്ടോ. ഇതുപോലത്തെ ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കുറച്ച് മോഡലായിട്ട് വരുന്ന കട്ടിങ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ബോഡി ഷേപ്പ് അറിയാത്ത രീതിയിൽ മഫ്ത ചുറ്റിയാൽ ബോഡി ഷേപ്പും അറിയില്ല. കുറച്ച് ലൂസായിട്ട് നിൽക്കുമ്പോൾ നല്ല രസമുണ്ടാകും കാണാൻ. അപ്പോൾ അങ്ങനെയാണിത്. ഇത് ഇട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇത് ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. നല്ല കംഫർട്ടബിളാണ് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അടുത്തൊരെണ്ണം. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നും ഇട്ടു കേട്ടോ. അതൊരു 2-3 തവണ അവിടെ നിന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇടാനുള്ള ഡ്രസ്സും കൂടെ സെലക്ട് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ കുറേ പേര് കുറച്ച് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പാത്രങ്ങൾ കാണിച്ചു. അപ്പോൾ നമ്മളെ ഇൻഡസ് വാലിയിൽ നിന്ന് വന്ന പാത്രങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിന്ന് നമുക്ക് ഇപ്രാവശ്യം വന്നത് ആ സ്റ്റീലിൻ്റെ അങ്ങനത്തതായിരുന്നു. അപ്പോൾ ഇത് കാസ്റ്റ് അയണിനെ കുറിച്ചിട്ട് കുറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആക്കാമെന്ന് വിചാരിച്ചത്. കാസ്റ്റ് അയൺ പാത്രം നമുക്ക് യൂസ് ചെയ്യുന്തോറും അതിൻ്റെ ആ ഒരു മയപ്പെട്ട് വരും കേട്ടോ പാത്രം. അങ്ങനെയാണ്. ഇത് കണ്ട എൻ്റെ അതെല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ബ്ലാക്കായി എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട, ഇത് നമ്മുടെ സാധാ ദോശപ്പാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞു തരാം. അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. കാണാത്തവരായിരിക്കും, പുതിയ വ്യൂസ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഇത് ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ഷോപ്പ് എന്നാട്ടോ നമുക്കിത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഷോപ്പ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലൊരു കൂപ്പൺ കോഡും ഉണ്ടാവും. അതും നിങ്ങൾ ടൈപ്പ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുക നിങ്ങൾ ഈ പാത്രം വാങ്ങുന്ന സമയത്ത്. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട കാര്യം, നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് സോപ്പ് വെച്ചിട്ട് സ്ക്രബ്ബറും വെച്ചിട്ട് നന്നായിട്ട് കഴുകുക. അകവും പുറം നന്നായിട്ട് കഴുകിയിട്ട് സ്റ്റൗവിൽ ഇപ്പോൾ ഉണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്റ്റൗവിൽ ഒന്ന് കത്തിച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഒന്ന് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം ഒരു ക്ലോത്തിൽ കുറച്ച് ഓയിൽ ആക്കിയിട്ട് നന്നായിട്ട് എണ്ണയോ ഓയിലോ ആക്കിയിട്ട് അകവും പുറവും ഒക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. ആ എണ്ണ തുണി കൊണ്ട് ഒന്ന് തുടച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് നേരെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. ഇനി അല്ല നിങ്ങൾ അപ്പം യൂസ് ചെയ്യുന്നില്ല, പിന്നീട് യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ എടുത്തിട്ട് ജസ്റ്റ് കഴുകിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് കഴുകിയിട്ട് ഉണക്കിയതിന് ശേഷം ഒന്ന് എണ്ണ പുരട്ടിയിട്ട് വെക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ചോദിച്ചവർക്ക് അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ആവും. പാത്രങ്ങളുടെ അളവും കാര്യങ്ങളും എല്ലാം അതിലുണ്ടാവും. എന്താ പറയുക, കാസ്റ്റ് അയൺ പാത്രങ്ങളും ഉണ്ടാവും. ഇപ്പം ഞാൻ കാണിച്ചില്ലേ, പത്തിരിക്കല്ല്, അതുപോലെ തന്നെ ഫ്രൈ പാന്, നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന അത്, ചീനച്ചട്ടിയിലൊക്കെ നമുക്ക് 1 കിലോയിൽ കൂടുതൽ ചിക്കൻ നമുക്ക് കറി വരട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കി നോക്കാം. പിന്നെ നമുക്ക് ഇപ്രാവശ്യം വന്നതാണ് ഈ സ്റ്റീലിൻ്റെ സംഭവങ്ങൾ. വെറും സ്റ്റീലിൻ്റെ എന്ന് പറഞ്ഞാൽ പറ്റില്ല കേട്ടോ. നല്ല കനമുണ്ട്, കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ ഇത് നോൺ സ്റ്റിക്ക് പോലെ നിങ്ങൾക്ക് അടി പിടിക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. അത്രയും 3 ലെയർ കോട്ടിംഗ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. നല്ല വെയിറ്റും ഉണ്ട്. ഗ്ലാസ് ലിഡോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ കടായി കാണിച്ചില്ല, ആ കടായിൽ അങ്ങോട്ട് വെച്ച് അതിൽ 1 കിലോ ചിക്കൻ നിങ്ങൾക്ക് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ, കറിയൊക്കെ ആക്കാൻ. അതാണ് അതിൻ്റെ അളവ്. പിന്നെ ഇത് ബിരിയാണി പോട്ട്. ഇതിൽ 1 കിലോ നെയ്ച്ചോറ് വെക്കാം. അതുപോലെ തന്നെ ബിരിയാണിക്ക് 1 കിലോ ദം ചെയ്യുകയും ചെയ്യാം കേട്ടോ. ദം ചെയ്യാൻ പറഞ്ഞാൽ മസാലയും റൈസും ഇതിൽ കൊള്ളും. അത് കറക്റ്റാട്ടോ, ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഞാൻ വെറുതെ ഇവിടെ എടുത്ത് വെച്ചത്. എൻ്റെ കയ്യിൽ മുന്നേ ഉണ്ടായിട്ട് കുറേ പേര് ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജംഷീദ് എവിടുന്ന് അതിൻ്റെ ലിങ്ക് തരുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതും ഇവരുടെ ഈ ഇൻഡസ് വാലിയിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. സെയിം സാധനം ഉണ്ട്. ഞാനിത് കയ്യിലുള്ളതുകൊണ്ട് വാങ്ങിയിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഞാനിത് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇങ്ങനത്തെ സ്റ്റീൽ സംഭവങ്ങൾക്ക് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിൽ കൂടിയിട്ട് നമ്മൾ വലിച്ചെറിയത് വരെ നമുക്കിത് യൂസ് ചെയ്യാം. അത്രയും പാത്രങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അത്രയും അടിപൊളി സാധനങ്ങളാണ് എല്ലാം. കാസ്റ്റ് ചെയ്യേണ്ട കാര്യം പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പിന്നെ ഞാൻ കുക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അടി പിടിക്കാത്ത കാര്യങ്ങളും എല്ലാം അതിൽ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, പർച്ചേസ് ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, പിന്നെ കമൻ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈപ്പിലുള്ള എല്ലാ പാത്രങ്ങളും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.
പിന്നെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പുറത്ത് പോകണമെന്ന്. എങ്ങോട്ടാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. നമ്മൾ റോഫിക്കല്ലേ കണ്ണൂരുള്ളേ, റോഫിക്കാൻ്റെ പെങ്ങളെ മോൻ്റെ കല്യാണമാണ് കണ്ണൂർ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഇന്ന് രാത്രി നിക്കാഹും നാളെ കല്യാണം, അങ്ങനെയാണ്. അപ്പോൾ നിക്കാഹിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് ഇടാനുള്ള ഡ്രസ്സൊക്കെ അവിടെ ചെന്നിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. കാര്യം ഇവിടെ നിന്ന് നമ്മൾ 2-3 മണിക്കൂറോളം നമുക്ക് യാത്രയില്ല, അപ്പോൾ ടയേർഡാവും. പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് കല്യാണത്തിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല മഴ കേട്ടോ അന്നത്തെ ദിവസം. അതിൻ്റെ ഇടയിൽ നമ്മളെ ഒരു 2 സബ്സ്ക്രൈബേഴ്സ്, പുൽപ്പള്ളിയിൽ നിന്ന് 2 സബ്സ്ക്രൈബേഴ്സ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോട് കുറച്ച് സമയം വർത്താനം പറഞ്ഞൊക്കെ ഇരുന്നു. അതിനുശേഷം അവർ പോയി, നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്നത് ഞാൻ കാണിക്കാതിരുന്നത്, ഫുഡ് ആക്കുന്നത് ഞാൻ കാണിക്കാതിരുന്നത് ഇന്ന് നമുക്ക് റഫീഖാൻ്റെ ഫ്രണ്ട് സാലിഫ് ഖാൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടു തന്നു കേട്ടോ, നല്ല ചിക്കൻ ബിരിയാണി. അപ്പോൾ എനിക്കൊന്ന് കുക്കിങ്ങും ഉണ്ടായിട്ടില്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള ഫുഡുണ്ട്. പിന്നെ വാവക്ക് കഴിക്കാനുള്ള ഫുഡ് ബാക്കിയുണ്ട് കേട്ടോ, ഇനിയും ഉണ്ട് രാത്രിയിലേക്കുള്ള. വാവ കല്യാണത്തിന് വരുന്നില്ല കേട്ടോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്ക് എക്സ്ട്രാ കുറച്ച് പണികളൊക്കെ എടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഇതാ ഇറങ്ങുകയാണ് കേട്ടോ. കുറച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയം ഒരു 3 മണിക്ക് ഇറങ്ങി. അപ്പോൾ ദാ നല്ല മഴ കേട്ടോ, നമ്മളെ വഴിയിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു പോകുമ്പോൾ. ഞാൻ കണ്ണൂർ കല്യാണം കാണിച്ചു തരാം. കണ്ണൂർ കല്യാണം അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. ഇതിനിടയിൽ വേറൊരു കാര്യം സംഭവിച്ചു കേട്ടോ. നമ്മൾ അറിയുന്നവർക്കറിയാം, കമ്പളക്കാടൊക്കെ കഴിഞ്ഞതിന് ശേഷം, കമ്പളക്കാടല്ല കേട്ടോ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിയതിന് ശേഷം നോക്കിയപ്പോൾ റഫീഖക്ക് ഓർമ്മ വന്നു. റഫീഖാൻ്റെ ഷർട്ടും പാൻറ്റും, അതായത് ഫംഗ്ഷൻ ഇടാനുള്ളത് റഫീഖ് ഇങ്ങനെ ഹാങ്ങറിൽ തൂക്കിയിട്ട് അങ്ങനെ കാറിലേക്ക് വെക്കാട്ടോ ചെയ്യുക, പെട്ടിയിലിടാതെ, ബാഗിലിടാതെ. അപ്പോൾ റഫീഖ് ജസ്റ്റ് നോക്കിയ സമയത്ത് അത് എടുത്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്ത് എന്താ ചെയ്യാതെ വിചാരിച്ചിട്ട് പിന്നെ ഈ വന്ന സമയം അത്രയും അരമണിക്കൂർ നമ്മൾ പിന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയി. അപ്പോൾ മൊത്തം 1 മണിക്കൂർ ലേറ്റായി. രണ്ടാമത് നമ്മൾ അസ്ർ നമസ്കാരത്തിന് ശേഷം പിന്നെ 4 മണിക്ക് അസ്ർ നമസ്കരിച്ചിട്ട് നമ്മൾ ഇറങ്ങി. എന്നിട്ടാണ് പിന്നെ നമ്മൾ വരുന്നത്. അപ്പോൾ റഫീഖ ഇപ്പോൾ വേറെ ഡ്രസ്സിലാണ്, നിങ്ങളിപ്പോൾ കണ്ടില്ലേ, പാൻറ്റ് ഷർട്ടൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ പിന്നെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ ഡ്രസ്സ് മാറ്റട്ടെ, നീ എന്തായാലും അവിടെ നിന്ന് മാറ്റിപ്പോൾ ഞാനിനിയിപ്പോൾ അങ്ങ് മാറ്റുക എന്ന് പറഞ്ഞിട്ട് പിന്നെ റഫീഖ ഡ്രസ്സ് മാറ്റിയിട്ടാണ്. പിന്നെ നമ്മളിവിടെ ഇവരുടെ അടുത്തൊരു റഫീഖാൻ്റെ അനിയൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനും ഡ്രസ്സൊക്കെ മാറ്റിയതിന് ശേഷം ഇപ്പോൾ അതാണ് നമ്മൾ കല്യാണ വീട്ടിലേക്ക് കയറി. ഇതാ കുഞ്ഞൊക്കെ നല്ല ഗ്രീൻ ഡ്രസ്സിലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ ഡ്രസ് കോഡ് ഉണ്ട്. വേറെയും വായിച്ച് കൂടെ ഉണ്ട്, അവരുടെ ഡ്രസ്സും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാ കേട്ടോ ആ ഡ്രസ്സൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവരെ ഡ്രസ്സ് ഇവർ ബത്തേരി എസ്പാറിൽ നിന്ന് എടുത്തിട്ട് അവിടെ തന്നെ കൊടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. 3 ആളതും ചെറിയ ഡിഫറൻസ് ഉണ്ട്, കാണിച്ചു തരാം. പിന്നെ ഞാനിതിൽ ഇവരുടെ അറബിക് നൈറ്റ്, എന്താ പറയുക, അറബിക് നൈറ്റും അതുപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞു നമ്മൾ വന്ന സമയത്ത്. അപ്പോൾ നിക്കാഹിൻ്റെയും ചെറിയ ക്ലിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ട് ഫാമിലീനൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. ഇത് റഫീഖാൻ്റെ അനിയനാട്ടോ. എല്ലാവരും ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല.
അപ്പോൾ ഫാമിലീനെ എല്ലാവരെയും കണ്ടില്ലേ, കല്യാണം ചെക്കനെയും പെണ്ണിനെയും എല്ലാവരെയും കണ്ടില്ലേ. ഞാനത് ജസ്റ്റ് ചെറിയ ചെറിയ ക്ലിപ്പ് കിട്ടിയപ്പോൾ അത് ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മളൊക്കെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. ശരിക്കും ഇവരെ കല്യാണം അടിപൊളിയായിട്ടാണ് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അത്രയും സമയം നമ്മൾ ഇവിടെ നിൽക്കുന്നില്ല. കാര്യം നാളെ റഫീഖക്ക് ഡ്യൂട്ടി ഉണ്ട് നാളെ രാവിലെ. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ പോവാമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ പുലർച്ചെ എണീറ്റ് പോകുന്നതിനേക്കാളും നമുക്കിഷ്ടം രാത്രിയിൽ പോകുന്ന കേട്ടോ. മാത്രമല്ല ടയേർഡല്ല ഒട്ടും. ഞാനും റഫീഖയും ഇന്ന് രാവിലെ കുറച്ച് വൈകി എണീറ്റിട്ടുണ്ടായിരുന്നെ. കുറച്ച് സമയം കിടന്നു. റഫീഖ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടും കുറച്ച് സമയം കിടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ടയേർഡല്ല, ഉറക്കം വരുന്നില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം വരും, ഞാൻ ഉറങ്ങിപ്പോവും. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒന്നുമില്ല, ഫ്രഷാണ്. അതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ പോകാമെന്ന് വിചാരിക്കുന്നത്. ശരി, നിങ്ങളല്ല എല്ലാവരും കൂടെ വരും ഒരു ദിവസം. അങ്ങനെ നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങി കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിയും അടിപൊളി ബീഫ് വരട്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ കഴിയില്ല. ചിക്കൻ ബിരിയാണിയും സൂപ്പറായിരുന്നു, ബീഫ് വരട്ട് അടിപൊളിയിട്ടാണ്. നല്ല സോഫ്റ്റ് ബീഫ്, നല്ല മുളകിട്ട് വരട്ടിയത് പൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിനി ഇറങ്ങുകയാണ്. നമ്മൾ റോഫ്ഖാനെ കാണാതെ ഇറങ്ങാൻ. റോഫ്ഖ അവിടെ എവിടെയാണ് കേട്ടോ ഉള്ളത്. എന്നാൽ യാത്ര പറയുകയും വേണം. റോഫ്ഖ കണ്ടാൽ സമ്മതിക്കില്ല കേട്ടോ പോകാനായിട്ട്. രാവിലെ പോവാം, നാളെയും കൂടെ കൂടിയിട്ട് പോവാം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റഫീഖക്ക് ഇപ്പോൾ ലീവൊക്കെ കഴിഞ്ഞ് കയറിയതല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഡ്യൂട്ടിക്ക് പോകൽ മസ്റ്റാണ്. അല്ല എന്തായാലും രാവിലെ തന്നെ പോണ്ടേ. അപ്പൊ പിന്നെ ഇപ്പൊ തന്നെ അല്ല. ശരി, 10 മണി 12 ആ വേഗത്തും നൈറ്റ് ആയതുകൊണ്ട്. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. 10 മണിക്ക് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളവിടെ എത്തിയിട്ട് കാണാം, വയനാട് എത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാ നമ്മളെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. റോഡ് കാലിയായിരുന്നു, രാത്രിയല്ലേ, അതുകൊണ്ട് തന്നെ റോഡ് കാലിയായിരുന്നു. നമുക്ക് ഉറക്കൊന്നും വരാത്തതുകൊണ്ട് പിന്നെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർത്തി അങ്ങനെയൊക്കെ കേട്ടോ വരിക. ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത വീട്ടിൽ കല്യാണം ഉണ്ട് കേട്ടോ. പന്തൽ കണ്ടില്ലേ, തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് കേട്ടോ, ഒരു വീട് ഇപ്പുറം. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് വീഡിയോയിൽ കാണും നിങ്ങൾ. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നും ഇങ്ങനെ ഒരേ ഡേ ഇൻ മൈ ലൈഫ് പണികളും ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോകളും കൂടെ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടോ, നമ്മളെ വിശേഷങ്ങളും ഇങ്ങനെ പോകുന്ന വീഡിയോകൾ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടോ? എല്ലാവർക്കും ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ഇഷ്ടം, എന്നാലും മീൻസ് വീട്ടിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും കുക്കിങ്ങും അതന്നെയാകുമ്പോൾ ഒരു ബോറടിയല്ലേ ചിലർക്കെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളെന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അറിയുന്നവർക്കൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനും നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മളെടുക്കുന്ന എഫേർട്ടിന് കുറച്ചൊരു ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് വീഡിയോ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്കും തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.